ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായി. മൂന്നാമത്തെ അതിജീവത രംഗത്ത് വന്നതോടുകൂടിയാണ് പ്രശ്നം വളരെയേറെ ഗുരുതരമായത്. അവരുടെ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്നതാണ്. അതിക്രൂരമായ പീഡനങ്ങളായിരുന്നു ഇദ്ദേഹം ആ സ്ത്രീയെ ഏൽപ്പിച്ചിരുന്നത്. വിവാഹ വാഗ്ദാനം ചെയ്തിരുന്നു. നമ്മുടെ ബന്ധം ഉറയ്ക്കണമെങ്കിൽ ഒരു കുഞ്ഞു വേണമെന്ന് പറഞ്ഞ് അവരെ വിശ്വസിപ്പിച്ച് അവരുടെ പൂർണ്ണമായ വിശ്വാസം നേടിക്കൊണ്ടായിരുന്നു ഇദ്ദേഹം ഇത് ചെയ്തിരുന്നത്. എന്നിട്ട് പോലും നിന്ദ്യവും നീചവുമായ രീതിയിലാണെന്ന് ആ സ്ത്രീയോട് ഇദ്ദേഹം പെരുമാറിയിരുന്നത് എന്നാണ് അവരുടെ ആരോപണം. ഇദ്ദേഹത്തിന് അറിഞ്ഞൂടെ ഇവർ തമ്മിൽ നടത്തിയ ചാറ്റുകൾ, സംഭാഷണങ്ങൾ, എത്രയെത്ര കാര്യങ്ങൾ, അതെല്ലാം ഈ ആധുനിക കാലത്ത് തെളിവാണ്. എന്നിട്ടും ഈ മണ്ടൻ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് പ്രവർത്തിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒടുവിൽ ഇദ്ദേഹം കാണിച്ച വളരെ നിഷ്ഠൂരമായ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അവർ ഗർഭം ധരിച്ചത് ആരിൽ നിന്നോ ആണ് എന്നുവരെ പറഞ്ഞു കളഞ്ഞു. ആ സ്ത്രീയെ ശാരീരികമായി ഉപദ്രവിച്ചതിനുപരി മാനസികമായിട്ട് കൂടി തകർത്ത് കളഞ്ഞു അവരെ. അവർ DNA ടെസ്റ്റിന് തയ്യാറായി, പക്ഷേ ഇദ്ദേഹം തയ്യാറായില്ല. ഇതൊക്കെ എന്തിനാണാവോ? ഇനി ഒരു പക്ഷേ പണ്ടൊരു സിനിമയിൽ പറഞ്ഞതുപോലെ സ്ത്രീകളുമായി ബന്ധപ്പെടുക, അവരെ ഗർഭിണികളാക്കുക, അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക, എന്നിട്ട് രാഷ്ട്രീയ ഭാവി പോകുമെന്ന് പറഞ്ഞ് അവരെ കൈയൊഴുക. എന്തൊരു നടപടിയാണ് ഇയാൾ ഈ കാണിക്കുന്നത്? സമ്മതമാണെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് ഡോക്ടറെ കാണാം. ഇതിനുവേണ്ടി എന്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ ഞാൻ തയ്യാറല്ല. ഒരു ഭാര്യയും കുഞ്ഞും ഇല്ല, ഇതൊക്കെ അഫോർഡ് ചെയ്യാൻ മാനസികമായിട്ട് പോലും ഞാൻ തയ്യാറെടുത്തിട്ടില്ല. പിന്നെ ഇദ്ദേഹത്തിന്റെ മറ്റൊരു അവകാശവാദം, തൻ്റെ പല നേതാക്കന്മാരും ഈ രംഗത്ത് വളരെ വിദഗ്ധന്മാരായിരുന്നു, അവരെ സംബന്ധിക്കുന്ന വിവരങ്ങൾ തൻ്റെ കയ്യിലുണ്ട്, വേണ്ടി വന്നാൽ അദ്ദേഹം പുറത്തു വിടുമെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മാങ്കൂട്ടത്തിൽ എനിക്കൊരു ചോദ്യം, പാർട്ടിയിലുള്ള ഗുരുക്കന്മാരെ കണ്ട് ഇതിനെക്കുറിച്ച് വേണ്ടത്ര വൈദഗ്ധ്യം നേടേണ്ടിയിരുന്നു. കാരണം അവരാരും പിടിക്കപ്പെട്ടിട്ടില്ല, അവർക്കെതിരെ ഏതെങ്കിലും സ്ത്രീകൾ ആരോപണവുമായി രംഗത്ത് വന്നിട്ടില്ല, അവരെ മാധ്യമങ്ങൾ എടുത്തിട്ട് അലക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊക്കെ വളരെ ഗോപ്യമായി, തന്ത്രപരമായി, ഒരിക്കലും പിടിക്കപ്പെടാത്ത നിലയിൽ കൈകാര്യം ചെയ്യാനുള്ള വൈദഗ്ധ്യം തൻ്റെ പാർട്ടിയിലുള്ള നേതാക്കന്മാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നിരിക്കെ എന്തേ മാങ്കൂട്ടത്തിൽ അവരിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാതെ, അവരുടെ ശിഷ്യത്വം സ്വീകരിക്കാതെ ഈ രംഗത്ത് ഇറങ്ങിത്തിരിച്ച് ഇത്രയും വഷളാവേണ്ട കാര്യമുണ്ടായിരുന്നു? പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തികൾ പൊതുവെ വിലയിരുത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതൊരു സൈക്കിക് കേസാണ്. ഒരു മാനസിക രോഗിയാണ് ഇദ്ദേഹം. സ്ത്രീകളോട് വളരെ ക്രൂരമായി പെരുമാറുക, അവരെ മാനസികമായി നശിപ്പിക്കുക, ശാരീരികമായി നശിപ്പിക്കുക, അവരുടെ റെപ്യൂട്ടേഷൻ, ഭാവി, ഇതെല്ലാം തകർത്തെറിയുക. ഇതെന്തോ സ്ത്രീകളോടുള്ള ഒരു മുൻജന്മ വൈരാഗ്യം പോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പ്രവർത്തികളൊക്കെ ചെയ്യുന്നത്. ഹീസ് എ സൈക്കിക് കേസ്. അദ്ദേഹം ഈ പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ അന്വേഷണ ഉദ്യോഗസ്ഥരുമൊക്കെ ഇദ്ദേഹത്തെ ഒരു വൈദ്യപരിശോധനയ്ക്ക് കൂടി വിധേയനാക്കണം. ഈ മാനസികാവസ്ഥ ഇത് എന്താണെന്ന് കൂടി മനസ്സിലാക്കണം. അല്ലാതെ വെറുതെ ഒരു കേസിൽ പ്രതിയാക്കിക്കൊണ്ട് മാത്രം ഇദ്ദേഹത്തെ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഇദ്ദേഹം രോഗിയാണെങ്കിൽ അതിനുവേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും ഈ അന്വേഷണ ഉദ്യോഗസ്ഥരും നമ്മുടെ സർക്കാരുമൊക്കെ തയ്യാറാകണം എന്നൊരു അഭിപ്രായമാണ് എനിക്ക് ഉള്ളത്.